നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാനഡയിൽ ഭദ്രാസനത്തിന് സാധ്യത. ഫാമിലി കോൺഫറൻസും അവാർഡ് ചടങ്ങും വേറിട്ടതാകും. ആർച്ച് ബിഷപ്പ് എൽദോമോർ തിത്തോസ്. പ്രൗഢഗംഭീരമായി നൂപുരോത്സവം 2025 അരങ്ങേറി. മന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി കണക്ടിക്കറ്റിൽ നിന്നുള്ള ശ്രീ ഉണ്ണി തോയക്കാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫിം തിരുമേനിക്ക് ഡാളസ് വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. അഫ്സൽ, സ്വാസിക, മോക്ഷ എന്നിവർ നയിക്കുന്ന സ്പാർക്ക് കേരള 2025 അമേരിക്കയിലെത്തുന്നു. വാർത്തകൾ വിശദമായി. കാനഡയിൽ പുതിയ ഭദ്രാസനത്തിന് സാധ്യതയുണ്ടെന്നും ബുധനാഴ്ച ആരംഭിക്കുന്ന യൂത്ത് ഫാമിലി കോൺഫറൻസും ഏഷ്യനെറ്റുമായി സഹകരിച്ചുള്ള അവാർഡ് ചടങ്ങും പുതിയൊരു അനുഭവമായിരിക്കുമെന്നും മലങ്കര ആർച്ച് ഡയസിസ് ഓഫ് ദി സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഇൻ നോർത്ത് അമേരിക്ക ഭദ്രാസനാധിപൻ ആർച്ച് ബിഷപ്പ് എൽദോമോർ തിത്തോസ്. ഓൾഡ് ഡാപ്പനിലെ പ്രൗഢഗംഭീരമായ ഭദ്രാസനാസ്ഥാനത്ത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അംഗങ്ങളുമായി നടത്തിയ പത്രസമ്മേളനത്തിൽ സഭയുടെ വളർച്ചയും നേട്ടങ്ങളും പ്രതീക്ഷകളും അദ്ദേഹം പങ്കുവച്ചു. ബുധനാഴ്ച ജൂലൈ 16 മുതൽ 19 ശനി വരെയുള്ള ദിവസങ്ങളിൽ വാഷിംഗ്ടൺ DC-യിലെ ഹിൽട്ടൺ വാഷിംഗ്ടൺ ഡല്ലസ് എയർപോർട്ട് ഹോട്ടലിൽ വെച്ച് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളോടെ നടത്തുന്ന കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും തിരുമേനി അറിയിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജെറി ജേക്കബ് കോൺഫറൻസ് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഏവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ആർച്ച് ഡയോസിസൻ ട്രഷറർ ജോർജി കാവനാൽ, കൗൺസിൽ മെമ്പർ ജിൻസ് മാത്യു, യൂത്ത് ജോയിന്റ് സെക്രട്ടറി ഡീക്കൻ ജോയൽ ജോസഫ് എന്നിവർക്ക് പുറമെ കോൺഫറൻസിന്റെ ടൈറ്റിൽ സ്പോൺസർമാരായ സ്പെക്ട്രം ഓട്ടോയുടെ ബിനു ബേബി, പ്രിൻസ് ബേബി എന്നിവരും പങ്കെടുത്തു. പ്രസ് ക്ലബ് നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, സെക്രട്ടറി ഷിജോ പൗലോസ്, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത്, ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ഷോളി കുമ്പിളുവേലി, നാഷണൽ കൺവെൻഷൻ ചെയർ സജി എബ്രഹാം, ഏഷ്യാനെറ്റ് എഡിറ്റർ ഡോക്ടർ കൃഷ്ണ കിഷോർ, ജോർജ് ജോസഫ്, ജോർജ് തുമ്പയിൽ, ബിനു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. അമേരിക്കയിലും കാനഡയിലും പ്രതിഭ തെളിയിച്ച പലരെയും ജനങ്ങൾ അറിയുന്നില്ല. അവരെ ആദരിക്കുകയും അവരുടെ നേട്ടങ്ങളും സംഭാവനകളും ജനങ്ങളിൽ എത്തിക്കുകയുമാണ് കഴിഞ്ഞ വർഷം ലക്ഷ്യമിട്ടത്. അതിന്റെ തുടർച്ചയായി ഏഷ്യാനെറ്റ് ന്യൂസും സഭയുമായി സഹകരിച്ച് 17 വ്യാഴാഴ്ചയാണ് അവാർഡ് നൈറ്റ്. കമ്മ്യൂണിറ്റി സർവീസ്, ഹെൽത്ത് കെയർ, യൂത്ത് തുടങ്ങി വിവിധ കാറ്റഗറിയിൽ അവാർഡുകൾ നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസുമായി സഹകരിച്ച് നടത്തുന്ന രണ്ടാമത്തെ അവാർഡ് ചടങ്ങാണിത്. കാനഡയിൽ നയഗ്രയിൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടി വലിയ വിജയമായിരുന്നുവെന്ന് തിരുമേനി ചൂണ്ടിക്കാട്ടി. അവാർഡ് പരിപാടി സുദീർഘമായ പ്രക്രിയയ്ക്ക് ശേഷമാണ്. ആദ്യം നോമിനേഷൻ ക്ഷണിക്കുന്നു. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ജൂറിയുടെയും സഭയുടെയും ഒക്കെ തീരുമാനത്തെ അടിസ്ഥാനമാക്കി വിജയികളെ തീരുമാനിക്കുന്നു. ഇത്തവണയും തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര രംഗത്തും അമേരിക്കയിലും മികവ് തെളിയിച്ചവരെ തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വലിയൊരു ടീം തിരുവനന്തപുരത്തും ഇതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ സഭയുടെ അകമഴിഞ്ഞ സഹകരണമാണ്. ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസുമായി സ്ഥിരമായി ആശയവിനിമയം നടത്തുന്നു. യാദൃച്ഛികമായാണ് ഏഷ്യാനെറ്റ് ന്യൂസുമായി ഇത്തരമൊരു ബന്ധം സ്ഥാപിതമായതെന്ന് തിരുമേനി പറഞ്ഞു. കാനഡയിലെ വിശ്വാസികളാണ് ഇതിന് പ്രേരകമായത്. സഭ വളർന്ന് അവിടെ 36 പള്ളികളായി. അതിനാൽ കോൺഫറൻസ് അവിടെ നടത്താമെന്ന ചിന്തയായി. കാനഡയിലെ സഭാംഗങ്ങളിൽ നല്ലൊരു പങ്ക് അടുത്ത നാളുകളിൽ കാനഡയിൽ എത്തിയവരാണ്. 30-40 വർഷം മുമ്പ് വന്നവരല്ല. അവർക്ക് ഏഷ്യാനെറ്റുമായും മറ്റ് മീഡിയയുമൊക്കെയുമായി വലിയ ബന്ധമാണ്. ഏഷ്യാനെറ്റ് തന്നെ അവിടെ അവാർഡ് പരിപാടി മുൻപ് നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാകാം ഏഷ്യാനെറ്റിന്റെ കാനഡ കോർഡിനേറ്റർ ജിത്തു കാനഡയിലെ സഭാ കൗൺസിൽ മെമ്പറുമായി ബന്ധപ്പെട്ടത്. അതൊരു നല്ല കാര്യമാണെന്ന് സഭാ കൗൺസിൽ തീരുമാനിച്ചു. മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിക്കുന്നത് മറ്റുള്ളവർക്കും പ്രചോദനമാകും. ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്കും തങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആകാമെന്ന് മാതൃകയാവും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സഹകരണം മൂലം ഇവിടെയും നാട്ടിലുമൊക്കെ ഈ പരിപാടിക്ക് വലിയ ശ്രദ്ധ ലഭിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് ലോകത്തെല്ലായിടത്തും അനേകം എക്സലൻസ് അവാർഡ് ചടങ്ങ് നടത്തിയിട്ടുണ്ട്. വടക്കേ അമേരിക്കയിൽ ഏറ്റവും വിജയകരമായി നടത്തിയത് ആദ്യം കാനഡയിലാണ്. അതിനുശേഷം ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ് ലോസ് ഏഞ്ചൽസിൽ നടത്തി. പിന്നീട് ന്യൂയോർക്കിൽ. ആഗോളതലത്തിൽ പരിചയമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയെ സമീപിച്ചതും സഭ അത് അംഗീകരിച്ചതും. അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസുമായി സഹകരിക്കുന്നു എന്നതുകൊണ്ട് അവരുടെ കുത്തകയാണെന്ന ചിന്ത വേണ്ട. എല്ലാ ഭാഗത്തു നിന്നുമുള്ള മലയാളികൾ ഉൾപ്പെട്ടതാണ് ഭദ്രാസനം. ഒരു മലയാളം ചാനലുമായി സഹകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജനശ്രദ്ധ കിട്ടുന്നു. കഴിഞ്ഞ വർഷം ഇങ്ങനെയൊരു സഹകരണം വന്നതോടെ നാട്ടിലും ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ശ്രദ്ധ കിട്ടി. ഇത്രയും പള്ളികൾ ഉണ്ടെന്നും സഭ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ജനങ്ങളെ അറിയിക്കാനായി. ഇവിടേക്ക് വരുന്നവർക്കും നാട്ടിലുള്ളവർക്കും ഇവിടെ ഇങ്ങനെയൊരു സഭയും ഭദ്രാസനവും ഉണ്ടെന്നും അതിന്റെ പാസ്റ്ററൽ കെയർ ഇവിടെയുള്ളവർക്ക് ലഭ്യമാവുന്നുണ്ടെന്നുമൊക്കെ ബോധ്യമാകും. ഇതൊക്കെയാണ് ഭദ്രാസനത്തിന്റെ നേട്ടങ്ങൾ.
1993 ഇവിടെ ഭദ്രാസനവും ഏഷ്യാനെറ്റും തുടങ്ങിയതെന്നതും തന്നെ ആകർഷിച്ചു. കോൺഫറൻസിനെ അവാർഡ് പരിപാടി ദോഷമായി ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുവെന്ന് തിരുമേനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. പ്രൗഢഗംഭീരമായി നൂപുര സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നൂപുരോത്സവം 2025 ജൂലൈ 5 ശനിയാഴ്ച ലണ്ടൻ ഒന്റാരിയോയിലെ വോൾഫ് പെർഫോമൻസ് ഹാളിലാണ് അരങ്ങേറ്റം നടന്നത്. വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും മറ്റു വിദ്യാർത്ഥികളുടെ ഡാൻസ് പെർഫോമൻസും കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി. 21 വർഷത്തോളം നൃത്തകലയിൽ പ്രാവീണ്യമുള്ള ഗായത്രി ടീച്ചറാണ് നൂപുര സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിന്റെ സാരഥി. മിസിസാഗ, സ്കാർബറോ, നയഗ്ര, ലണ്ടൻ ഒന്റാരിയോ എന്നിവിടങ്ങളിൽ ഗായത്രി ടീച്ചറിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രായഭേദമന്യേ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗായത്രി ടീച്ചറുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി കണക്ടിക്കട്ടിൽ നിന്നുള്ള ശ്രീ ഉണ്ണി തോയക്കാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ശാക്തയം 2027 ന്യൂയോർക്കിൽ ജൂലൈ 1 മുതൽ 4 വരെ നടക്കുന്ന മന്ത്രിയുടെ 3ാമത്തെ കൺവെൻഷനിലേക്ക് കടക്കുമ്പോൾ മലയാളി പ്രവാസികൾക്കുള്ളിൽ സാംസ്കാരികവും സംഘടനാപരവുമായുള്ള നിരന്തരമായ സമർപ്പണത്തിന് ഉണ്ണി തോയക്കാട്ടിനുള്ള അംഗീകാരം കൂടിയാണ് പുതിയ സ്ഥാനലബ്ധി. ഉണ്ണി തോയക്കാട്ട് സാമൂഹ്യ രംഗത്ത് ശക്തമായ സാന്നിധ്യം എന്നതിനപ്പുറം പരിചയസമ്പന്നനായ IT പ്രൊഫഷണലുമാണ്. മലയാളി അസോസിയേഷൻ ഓഫ് സദേൺ കണക്ടിക്കറ്റിന്റെ സ്ഥാപകാംഗമാണ് അദ്ദേഹം. തുടക്കത്തിൽ സംഘടനയുടെ ആദ്യ സെക്രട്ടറിയായും പിന്നീട് അതിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. മാസ്കോണിൽ ശക്തമായ ഒരു അടിത്തറ സ്ഥാപിക്കുന്നതിലും പ്രാദേശിക മലയാളി സമൂഹത്തിന്റെ കൂട്ടായ്മയ്ക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നേതൃത്വവും നിർണായക പങ്കുവഹിച്ചു. മാസ്കോണിന് പുറമെ അദ്ദേഹം ഫോമയിലും വർഷങ്ങളായി സജീവമാണ്. ഫോമയുടെ പ്രാദേശിക ഏകോപനത്തിനു ചുക്കാൻ പിടിച്ചുകൊണ്ട് വർഷങ്ങളായി കർമ്മനിരതനാണ് അദ്ദേഹം. കഴിഞ്ഞ 4 വർഷമായി ഉണ്ണി മന്ത്രിയുടെ ബോർഡ് അംഗമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. സംഘടനയുടെ സംരംഭങ്ങൾക്ക് വിലപ്പെട്ട പിന്തുണ, ഉൾക്കാഴ്ചയോടുള്ള നേതൃപാടവം എന്നിവ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ സാംസ്കാരിക പരിപാടികളിലും സജീവമാണ്. രാധ ഉണ്ണി, പെൺമക്കൾ അനുശ്രീ ഉണ്ണി, അർച്ചന ഉണ്ണി എന്നിവരോടൊപ്പം കണക്ടിക്കട്ട് സംസ്ഥാനത്താണ് അദ്ദേഹം താമസിക്കുന്നത്. സാംസ്കാരിക സംഘടനാ പ്രവർത്തനത്തിൽ ശ്രീ ഉണ്ണി തോയക്കാടിനുള്ള സമഗ്ര പരിചയവും നൂതനവും വ്യത്യസ്തവുമായ കാഴ്ചപ്പാടും സൗമ്യവും ശാന്തവുമായ സമീപന ശൈലിയുമാണ് മന്ത്രിയുടെ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തത്തിനായി അദ്ദേഹത്തെ അത്യന്തം അനുയോജ്യനാക്കുന്നതെന്ന് പ്രസിഡന്റ് ശ്രീ കൃഷ്ണരാജ് മോഹനൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മാർത്തോമാ സഭയുടെ എപ്പിസ്കോപ്പിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ഡാളസിൽ എത്തിച്ചേർന്ന അടൂർ ഭദ്രാസന അധ്യക്ഷനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് വൈസ് പ്രസിഡന്റുമായ ബിഷപ്പ് മാത്യൂസ് മാർ സിറാഫിം തിരുമേനിക്ക് ഡാളസ് വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെട്ട 35ാമത് മാർത്തോമാ സഭയുടെ നോർത്ത് അമേരിക്ക ഭദ്രാസന ഫാമിലി കോൺഫറൻസിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിനാണ് അമേരിക്കയിൽ ബിഷപ്പ് മാർ സെറാഫിം എത്തിച്ചേർന്നത്. ജൂലൈ 13 ഞായറാഴ്ച പുലർച്ചെ എത്തിച്ചേർന്ന തിരുമേനിയെ സ്വീകരിക്കാൻ ഡാളസ് കരോൾട്ടൺ മാർത്തോമ ഇടവക വികാരി റവറൻ ഷിബി എം എബ്രഹാം, സെന്റ് പോൾസ് മാർത്തോമ ഇടവക വികാരി റവറൻ രജിൻ രാജു, ഡാളസ് ഫാമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ ഇടവക വികാരി റവറൻ എബ്രഹാം വി സാംസൺ, ഭദ്രാസന കൗൺസിൽ അംഗവും മാധ്യമപ്രവർത്തകനുമായ ഷാജി രാമപുരം, സെന്റ് പോൾസ് മാർത്തോമ ഇടവക വൈസ് പ്രസിഡന്റ് തോമസ് എബ്രഹാം, ജിമ്മി മാത്യു, ജിജി മാത്യു എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. ജൂലൈ 14 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഡാളസിലെ മെസ്ക്വിറ്റ് സെന്റ് പോൾസ് മാർത്തോമ ഇടവകയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസന ഫാമിലി കോൺഫറൻസ് 2025 ജൂലൈ മാസം 3-ാം തീയതി സെയിൻറ് തോമസ് ദിനത്തിൽ ന്യൂയോർക്കിൽ സമാരംഭിക്കുന്നതിന് ദൈവം തുണച്ചു. അനുഗ്രഹീതമായ ഈ സമയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. 35ാമത് ഫാമിലി കോൺഫറൻസ് മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനം ഹോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഈ ദിനങ്ങളിൽ ഇതിലൊരു പങ്കാളിയായി തീരുവാൻ, ഇതിലൊരു അതിഥിയായി സംബന്ധിക്കുവാൻ, അതിലൊരു പങ്കാളിയായി തീരുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ജൂലൈ 15 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ ഇടവകയിൽ വെച്ച് ആദ്യമായി ഡാളസിൽ എത്തിച്ചേർന്ന ബിഷപ്പ്
മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പയ്ക്ക് ഭദ്രാസന സൗത്ത് വെസ്റ്റ് റീജിയണൽ ആക്ടിവിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡാളസിലെ എല്ലാ മാർത്തോമ ഇടവകകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമുചിതമായ വരവേൽപ്പ് നൽകും. ഡാളസിലെ മാർത്തോമ ദേവാലയങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രസ്തുത ചടങ്ങുകളിലേക്ക് എല്ലാ വിശ്വാസ സമൂഹത്തെയും ക്ഷണിക്കുന്നതായി ചുമതലക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അഫ്സൽ, സ്വാസിക, മോക്ഷ എന്നിവർ നയിക്കുന്ന സ്പാർക്ക് കേരള 2025 അമേരിക്കയിലെത്തുന്നു. അഫ്സലിനൊപ്പം പിന്നണി ഗായിക അഖില ആനന്ദ്, ടെലിവിഷൻ സ്റ്റേജ് ഷോ പരിപാടികളിലെ നിറസാന്നിധ്യം നസീർ മിന്നലെ എന്നിവരാണ് ഗായകർ. ഗായികയും അനുഗ്രഹീത വയലിൻ വാദകയുമായ വേദാമിത്രയാണ് മറ്റൊരു ആകർഷണം. ന്യൂജേഴ്സി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന MCEFEE കമ്പനിയാണ് പ്രശസ്ത പിന്നണി ഗായകൻ അഫ്സൽ, നർത്തകിയും മലയാളം, തമിഴ് സിനിമകളിലെ പ്രമുഖ നടിയുമായ സ്വാസിക. ഭരതനാട്യം നർത്തകിയും ബംഗാളിൽ നിന്ന് മലയാളത്തിൽ ചേക്കേറി നായികയായ മോക്ഷ എന്നിവർ നേതൃത്വം നൽകുന്ന 12-അംഗ ടീമിനെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അമേരിക്കയിൽ ഒരുമിച്ചെത്തിക്കുന്നത്. എല്ലാവരുടെയും വിസ പ്രോസസിംഗ് വിജയകരമായി കഴിഞ്ഞു. D4 ഡാൻസ് ഫെയിം ഡാൻസ് കൊറിയോഗ്രാഫർ കുക്കു, ഗിന്നസ് ബുക്കിൽ പേരുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സിദ്ദിഖ് റോഷൻ എന്നിവരും എത്തും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അമേരിക്കയിൽ അരങ്ങേറുന്ന സ്പാർക്ക് കേരള 2025 പരിപാടിയിൽ കീബോർഡ് ഷിജു, റിതം പാഡ് ജോജോ, തബല വിപിൻ കുമാർ, ഡോലക് സുനിഷ് മോൻ എന്നിവരുടെ ഓർക്കസ്ട്രയുണ്ടാകും. IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷാജി, സുജിത്, അരുൺ, വരുൺ, കൃഷ്ണൻ എന്നിവരാണ് ഈ പരിപാടിയുടെ സ്പോൺസർമാർ. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.